മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ സുന്നത്ത് ജമാഅത്തിന് പുറത്താണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, സ്വഹീഹായ നബി വചനങ്ങൾ പഠിപ്പിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അസ്തമിക്കുന്നില്ല എന്നാണ്. ഒരു പക്ഷേ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആളുകളുടെ ബോഡി മണ്ണിൽ വെച്ചാൽ നശിച്ചേക്കാം, ദ്രവിച്ചു പോയേക്കും. മഹാത്മാക്കളുടെ ഭൗതിക ശരീരവും ദ്രവിച്ചു പോകില്ല. അവരുടെ ശരീരം പോലും അതുപോലെ അള്ളാഹു കാത്തു സൂക്ഷിക്കും. ശരീരം ഉണ്ടോ ഇല്ലേ എന്നത് പ്രധാനമല്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പ്, മനുഷ്യന്റെ കഴിവിന്റെ നിലനിൽപ്പ്, മനുഷ്യന്റെ കാഴ്ചയുടെ നിലനിൽപ്പ്, മനുഷ്യന്റെ കേൾവിയുടെ നിലനിൽപ്പ്, മനുഷ്യന്റെ കഴിവിന്റെ നിലനിൽപ്പ് അവന്റെ ആത്മാവ്, അവന്റെ റൂഹിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അസ്റായിൽ റൂഹിനെ പിടിച്ചു എന്നാണ് പറയാറുള്ളത്. റൂഹിനെ നശിപ്പിച്ചു, മരിച്ചു, കൊല ചെയ്തു, മരിപ്പിച്ചു എന്ന് പറയാറില്ല. മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നാൽ നമ്മുടെ ശരീരവുമായി അഭേദ്യമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ റൂഹിനെ വേർപിരിച്ചെടുത്ത് കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന പ്രക്രിയക്കാണ് മരണം എന്ന് പറയുന്നത്. ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. മരണാനന്തരവും ആ ആത്മാവ് എവിടെയാണോ മനുഷ്യന്റെ ശരീരം കബറടക്കപ്പെട്ടിരിക്കുന്നത് ആ സ്ഥലവുമായി ഒരു പ്രത്യേക കണക്ഷൻ, ഒരു ബന്ധം നിലനിൽക്കുമെന്ന് ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മഹാത്മാക്കളാകണമെന്നില്ല. ഒരു സാധാരണ മുസ്ലിം സുഹൃത്ത് എൻ്റെ ഉമ്മയാണെന്ന് വിചാരിക്കാം, നിങ്ങളുടെ ഉപ്പയാണെന്ന് വിചാരിക്കാം, ജ്യേഷ്ഠാണെന്ന് വിചാരിക്കാം, സഹോദരിയാണെന്ന് വിചാരിക്കാം, ഭർത്താവാണെന്ന് വിചാരിക്കാം, ഭാര്യയാണെന്ന് വിചാരിക്കാം. ഔലിയാക്കളും ആരിഫ്യങ്ങളും ആകണ്ട. മരണാനന്തരം അവരുടെ ഖബറിൽ പോയി നമ്മൾ സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്താൽ, അത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച പോലുള്ള ദിവസങ്ങളാണെങ്കിൽ വെള്ളിയാഴ്ച പ്രത്യേകത ഖബറും ഈ ആത്മാവും തമ്മിൽ പ്രത്യേക ബന്ധം, കണക്ഷൻ, ശക്തി കൂടുമെന്നാണ്. അങ്ങനെ സിയാറത്ത് ചെയ്താൽ ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് അയാളുടെ ശരീരം നശിച്ചിരിക്കാം, പക്ഷെ ആത്മാവ് സജീവമായി നിലനിൽക്കുന്നു. ഈ ഖബറാളിക്ക് സന്ദർശകനെ ജീവിതകാലത്ത് തിരിച്ചറിയാൻ സാധിച്ചിരുന്നെങ്കിൽ മരണാനന്തരം ഈ സന്ദർശകനെ തിരിച്ചറിയാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്ന് നബി വചനങ്ങൾ ആധികാരികമായി പഠിപ്പിക്കുന്നു. ഇതെല്ലാം നിഷേധിക്കുന്ന വിഭാഗത്തിന്റെ നായകനായ തൈമിയ തന്റെ ഫത്താവയിൽ ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നു, ഏതൊരു മുഅ്മിനായ മനുഷ്യനും ഖബറിൽ കിടക്കുന്ന തന്റെ സഹോദരന്റെ ഖബറിന് അരികിൽ ചെന്ന് വസല്ലമ അലൈഹി സിയാറത്ത് ചെയ്ത് സലാം പറഞ്ഞാൽ കാന യഅരിഫുഹു ഫി ദുനിയ, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് ജീവിതകാലത്ത് ദുനിയാവിൽ വെച്ച് ഇവനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഉമ്മാക്ക് നമ്മൾ തിരിച്ചറിയുമല്ലോ, ഉപ്പാക്ക് തിരിച്ചറിയുമല്ലോ, ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമല്ലോ, നമ്മുടെ കൂട്ടുകാർക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ. നേരിട്ട് ദുനിയാവിൽ പരിചയമുണ്ടായിരുന്ന നമ്മുടെ സുഹൃത്ത് ആരായിരുന്നാലും ശരി, ദുനിയാവിൽ തിരിച്ചറിയുന്ന ആളാണെങ്കിൽ ഇല്ല അറഫഹു, മരണാനന്തരവും സന്ദർശിച്ചാൽ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാത്മാക്കളെ കാര്യം പറയാനുണ്ടോ? ഇവരൊക്കെ ഇവരുടെ ജീവിതകാലത്ത് തന്നെ മഹാത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച, അള്ളാഹുമായി ഏറെ സാമീപ്യം ശ്രദ്ധിച്ചിരുന്ന, മൺമറക്കുമായ ഇമാമികളുമായി മഹാത്മാക്കളുമായി സംവദിച്ചിരുന്ന ആളുകളാണ്, സംസാരിച്ചിരുന്ന ആളുകളാണ്. ഈ കിടക്കുന്ന മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനോട് നമുക്ക് അനുഭവമാണ്. മറ്റ് മഹാത്മാക്കൾ നമ്മുടെ മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളാണ്. ശംസുൽ ഉലമ കിതാബിൽ ഒരു സംശയം വന്നാൽ ആ കിതാബ് എഴുതി ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവർകളാണെങ്കിൽ ആ സംശയത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൃത്യമായി അവിടെ അങ്ങനെയല്ലല്ലോ, ശരിക്കും ഇങ്ങനെയല്ലേ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ആ മഹാത്മാവ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി നേരിട്ടോ അല്ലെങ്കിൽ മനാമിൽ എന്ന് പറയുന്ന ഉറക്കത്തിലോ വന്നിട്ട് ആ സ്ഥലം അപഗ്രഥിച്ചു കൊടുക്കും, സംശയം ദൂരീകരിച്ച് അതിന് ക്ലിയറൻസ് കൊടുക്കുമെന്ന് അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള മഹാത്മാക്കളായി കിടക്കുന്ന ആളുകൾ അവരാണ്ടിനോടനുബന്ധിച്ചാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സിയാറത്തിനും ഈ പരിപാടിക്ക് വന്ന് ഇത് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ. കാരണം ആധികാരികമായി മതപരമായ വിധികൾ രേഖപ്പെടുത്തപ്പെട്ട ഷാഫി മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥമായ ഷെർവാനിയിൽ പറയുന്നുണ്ട് സിയാറത്തിനെ കുറിച്ച്. സാധാരണ സിയാറത്ത് ഫതുസന്നു ലികുല്ലി മുസ്ലിം, ഏത് മുസ്ലിമിന്റെ ഖബർ നമുക്ക് സിയാറത്ത് ചെയ്യാം. എന്നാൽ വഅമ്മാ ലിത്തബറുക്ക്, ബറക്കത്ത് കിട്ടാനാണെങ്കിൽ,
നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാനാണെങ്കിൽ, അവരെ സന്ദർശിച്ച പുണ്യം കിട്ടാനാണെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനാണെങ്കിൽ ഫതുസന്നു ലി അഹ്ലിൽ ഖൈർ. എന്നാൽ അഹ്ലുൽ ഖൈറിന്റെ ഖബർ നിങ്ങൾ സിയാറത്ത് ചെയ്തോ, അത് സുന്നത്താ. നമ്മൾ പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷപ്പെടാനാണെങ്കിൽ ഇതായിരിക്കുന്ന അത് അഹ്ലുൽ ഖൈറാണ്, ഖൈറിന്റെ അഹ്ലുകാർ, മഹാന്മാർ. അവരെ സിയാറത്ത് ചെയ്താൽ നമുക്ക് സുന്നത്ത് കിട്ടുക മാത്രമല്ല, നമ്മുടെ കാര്യങ്ങൾ കൂടി നടക്കും. അത് പറഞ്ഞിട്ട് ഷെർവാനി റഹ്മഹുല്ലാഹ് പറയുന്നതിന് കാരണം ലിഅന്ന ലഹും, കാരണം തീർച്ചയായും ആ വിശുദ്ധാത്മാക്കൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു ഫി ബറാസിഹിം, അവരുടെ ബർസഖിയ ജീവിതത്തിൽ, ബർസഖിയ ജീവിതം എന്ന് പറഞ്ഞാൽ ഖബറിന്റെ ലോകം, മറഞ്ഞു കിടക്കുന്ന ഈ ലോകത്ത് അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്നു തസറുഫാത്തിൻ, കാര്യങ്ങൾ ഇടപെടലുകൾ നടത്താനുള്ള ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. തസറുഫ് തന്നെ കൈകാര്യം ചെയ്യണം. നമ്മൾ അവരെ സമീപിച്ചുകൊണ്ട് അവർക്കൊരു യാസീനോദി അവിടെ വെച്ച് ദുആ ചെയ്ത് അവരെ മുൻനിർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവർ വിചാരിക്കും, പടച്ചവനെ എന്നെ പ്രതീക്ഷിച്ചാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അള്ളാഹുവിയുടെ കാര്യം നീ നടത്തി കൊടുക്കണേ എന്ന് മനസ്സുകൊണ്ട് അവർ തവജ്ജുഹ് ചെയ്താൽ, വിചാരിച്ചാൽ ആ കാര്യം നടക്കാൻ എളുപ്പമുണ്ടാകും. കാരണം തസറുഫാത്തിന് അവർക്ക് ഇടപെടലുകൾ നടത്താൻ സാധിക്കും. ബറക്കാത്തിന് ബറക്കത്തുകൾ നൽകാനും സാധിക്കും. ലാ യുഹ്സാ അദദുഹാ, അതിന് എണ്ണം പോലും ക്ലിപ്തപ്പെടുത്തപ്പെടാൻ കഴിയില്ല. വലിയ കഴിവാണ്, വലിയ മഹത്വമാണ്, വലിയ ബറക്കത്താണ്, വലിയ സ്വാധീന ശക്തിയാണ്, വലിയ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് അള്ളാഹുർക്ക് നൽകിയിരിക്കുന്നതെന്ന് ഷെർവാനിൽ ആധികാരികമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പൊ ഇതൊരു വിഷയം തന്നെയാണ്. ഇത്തരത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട യഥാർത്ഥ അഖീദ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നമ്മുടെ വിശുദ്ധാത്മാക്കൾ നേതൃത്വം നൽകിയത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ രൂപീകരിച്ചത് കൊണ്ട് ഉണ്ടായ നേട്ടങ്ങൾ ചില്ലറ നേട്ടങ്ങളല്ല. ലോകത്ത് പല രാജ്യങ്ങളിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത ബിദഈ ചിന്തകൾ മുസ്ലിം മനസ്സിൽ സ്വാധീനം ചെലുത്തി ആളുകൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ മാത്രം ബിദഈ പ്രസ്ഥാനങ്ങൾ പണം വാരി കോരി ചൊരിഞ്ഞു നൽകി വിതരണം ചെയ്തിട്ടും വലിയ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങൾ നടത്തിയിട്ടും കേരളീയ മുസ്ലിം സമൂഹത്തിൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കാതെ ഇന്നും കേരളീയ മുസ്ലിം മഹാഭൂരിപക്ഷം സമസ്ത കേരള ജംഇയ്യത്തുൽ തണലിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസക്കാരായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ കാരണം? സമസ്ത കേരള ജംഇയ്യത്തുൽ സാന്നിധ്യം. സമസ്ത ഇസ്ലാം എന്ന ഈ മഹത്തായ വൃക്ഷത്തെ വളരെ പാവനമായിട്ടാണ് കാത്തു സൂക്ഷിച്ചു വന്നത്. ആ വൃക്ഷത്തിന് പോർലേൽക്കാൻ അനുവദിക്കാതെ, അതിനെന്തെങ്കിലും കെടുമ്പുകൾ വരാൻ അനുവദിക്കാതെ, അതിനെന്തെങ്കിലും തകരാറുകൾ വരാൻ അനുവദിക്കാതെ അതിനെ വളർത്തി ഉയർത്തി പരിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ നിതാന്ത ജാഗ്രത സമസ്ത പുലർത്തി പോന്നിട്ടുണ്ട്. എവിടെയൊക്കെ ബിദഈ പ്രസ്ഥാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടോ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിങ്ങൾ നോക്ക്, ജമാഅത്തെ ഇസ്ലാമിൽ നിങ്ങൾ നോക്ക്, തബ്ലീഗ് ജമാഅത്ത് നിങ്ങൾ നോക്ക്, ഇവരൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെ കുറിച്ച് വിശദമായി പഠിച്ച് എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ള തകരാറ്, എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തകരാറ്, എന്താണ് തബ്ലീഗ് ജമാഅത്തിന്റെ തകരാറ്, വിശദമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വസ്തുനിഷ്ഠമായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ സ്റ്റേജും പേജും ഉപയോഗിച്ച് പ്രചരണം നടത്തിയപ്പോൾ അത്തരം ബിദഈ പ്രസ്ഥാനങ്ങളുടെ പരിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിന്, അല്ല ഇസ്ലാമിക വൃക്ഷത്തിന് ഒരു പരിക്കുമേറ്റില്ല. അനാചാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനെതിരെ സമസ്ത സന്ധിയില്ലാ സമരം നടത്തി. അനാചാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചെറിയൊരു സാമ്പിൾ പറയാം. ഇത്തരം മഹാത്മാക്കളുടെ ആണ്ട് നടക്കുന്ന സമയത്ത് എത്ര പരിശുദ്ധമായിട്ടാണ് ഇവിടെ ആണ്ട് നടക്കുന്നത്. ഇവിടെ ആണുങ്ങൾ സിയാർത്ത് ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങൾ സിയാർത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ആണും പെണ്ണും പരസ്പരം കാണില്ല, ഇസ്ലാമിന്റെ ഹിജാബിന്റെ നിയമം പാലിച്ചുകൊണ്ടാണ്. ഇവിടെ മറ്റ് അനിസ്ലാമികമായ ഒരു ദുരാചാരം നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ പല മഹാന്മാരുടെ മഖ്ബറയോടനുബന്ധിച്ചു നടന്നു വരുന്ന നേർച്ചകളുടെ മറവിൽ ഒട്ടനവധി ദുരാചാരങ്ങളും മോശമായ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മഹാന്മാരുടെ മക്കാമല്ലേ, നമ്മൾ ഇടപെടേണ്ട എന്ന് സമസ്ത വിചാരിച്ചിട്ടില്ല. 1951 ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമായ പ്രമേയം അംഗീകരിച്ചു, ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആ പ്രമേയം ഇങ്ങനെ വായിക്കാം: മഹാന്മാരുടെ പേരിൽ നടന്നു വരുന്ന നേർച്ചകളോടനുബന്ധിച്ചും മറ്റും ഇന്ന് നടന്നു വരുന്ന ദുരാചാരങ്ങളെ നിർത്തൽ ചെയ്യുകയും തൽസ്ഥാനത്ത് സുന്നത്തായ ആചാരങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് മുസ്ലിം സമൂഹത്തോട് ആവശ്യപ്പെടുന്നു.
സമസ്ത വ്യക്തമായി നിലപാട് വിശദീകരിച്ചു. മുസ്ലിം സമൂഹം ഉൾക്കൊണ്ടു. പലയിടത്തും ഇത്തരം ദുരാചാരങ്ങൾ നിർത്തൽ ചെയ്യപ്പെട്ടു. സ്വാർത്ഥ താല്പര്യക്കാരായ ആളുകൾ അവിടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അനാചാരങ്ങൾ നിലനിർത്തിയ പ്രദേശങ്ങളെന്ന് മറക്കുന്നില്ല. സത്യത്തിൽ ഇത് മുസ്ലിം സമൂഹം ഉൾക്കൊണ്ട ഒരുപാട് സ്ഥലങ്ങൾ ഇത്തരം ദുരാചാരങ്ങൾ അപ്രത്യക്ഷമായി. എന്ന് മാത്രമല്ല, വ്യാജ ആത്മീയത, സമസ്ത അതിനെതിരെ സന്ധിയില്ല സമരം നടത്തി. ആത്മീയത സമസ്ത അംഗീകരിക്കുന്നു. ഈ മഹാത്മാക്കളുടെ ആത്മീയത നമുക്കറിയാം. അവർ ജീവിച്ചിരിക്കുന്ന ആളുകളല്ല, പക്ഷെ മരണാനന്തരം ആത്മീയ ലോകത്തുണ്ട്. ഈ ആത്മീയ ലോകത്ത് അവർ ഇടപെടുന്നുണ്ട്. ഇതൊരു സത്യമാണ്. യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കൾക്കും പ്രത്യേകം ആത്മീയമായ ഔന്നത്യമുണ്ട്. പക്ഷേ ഈ ആത്മീയതയുടെ മറവിൽ മഹാഭൂരിപക്ഷം വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും ആരിഫീങ്ങളെയും അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നതിന്റെ പേരിൽ അതിന്റെ മറവിൽ ഒരു പച്ച ഷാളിട്ട് 5-10 വിരലും മോതിരമിട്ട് കയ്യിൽ തസ്ബീഹ് മാല പിടിച്ച് ആളുകളെ വഞ്ചിക്കുന്ന ചില കപടന്മാരുണ്ട്, ചില കള്ളനാണയങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അത്തരം ആളുകൾക്കെതിരെയും സമസ്ത രംഗത്ത് വന്നു. കൊരൂർ ത്വരീഖത്ത് നിന്ന് ത്വരീഖത്തുണ്ടായിരുന്നു. ഈ കൊരൂർ ത്വരീഖത്തല്ലേ സമസ്ത അംഗീകരിക്കുന്നതല്ലേ, ശരിയാണ്. പക്ഷെ ആ ത്വരീഖത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ത്വരീഖത്തിൽ പ്രവേശിച്ചാൽ അതിൽ പ്രവേശിച്ച ആണും പെണ്ണും ഒക്കെ പരസ്പരം സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനീങ്ങൾ മൊത്തം സഹോദരന്മാരെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ ത്വരീഖത്തിൽ പ്രവേശിച്ച ആണും പെണ്ണും പരസ്പരം കാണുന്നതിനും പരസ്പരം സ്പർശിക്കുന്നതിനും ഒന്നും വിലക്കില്ല. സമസ്ത ഇടപെട്ടു. അവർക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു. ഇന്ന് കൊരൂർ ത്വരീഖത്തുകാരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ചോറ്റൂർ ത്വരീഖത്ത് അപ്പുറത്ത് വന്നു. ഉറപ്പ് കിട്ടുന്നത് വരെ ഇബാദത്ത് ചെയ്യണമെന്നാ ഖുർആൻ പറഞ്ഞത്. ഏകദേശം നല്ല നിലയ്ക്ക് ജീവിച്ച് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇബാദത്ത് ആവശ്യമില്ല, നിസ്കാരം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് പ്രത്യക്ഷപ്പെട്ടു. ഒരുപാട് ആളുകൾ ഒപ്പം കൂടി. സമസ്ത പഠിച്ചു. അവർക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തി. നൂരിഷാ ത്വരീഖത്ത് വന്നു, ആലുവ ത്വരീഖത്ത് വന്നു, ശംസിയ ത്വരീഖത്ത് വന്നു. ഇത്തരം തെറ്റായ ത്വരീഖത്തുകളൊക്കെ യഥാസമയം സമസ്ത കേരള ജംഇയ്യത്തുൽ പഠിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് യഥോചിതം കേരളീയ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഫലമാണ് ഇന്ന് 100 വർഷം ആഘോഷിക്കാൻ പോകുമ്പോൾ കേരളീയ മുസ്ലിം സമൂഹം ഇന്നും മാലിക് ദീനാറും സംഘവും കൊണ്ടുവന്ന ഇവരുടെ ശംസുലമയുടെയും ഈ പൂർവ്വ പിതാവുക്കായ മഹാന്മാർ കൊണ്ടുവന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങളുടെ പൂർവ്വ പിതാവ്, 5ാമത്തെ പിതാവ് ഇവിടെ കിടക്കുന്ന സയ്യിദ് ഹാമിദ് അലി ബാലവി തങ്ങൾ യമന് കൊണ്ടുവന്ന ആ പരിശുദ്ധമായ ദീന്റെ ഒറിജിനാലിറ്റി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇന്നും നിലനിന്ന് വരുന്നു. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹാത്മാക്കളുടെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെയും നമ്മുടെ 2 ജീവിതത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ നട്ടു വളർത്തി നിലനിർത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഒരു പോർലുമേൽക്കാതെ ആരൊക്കെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി, അത്തരം ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ യശസ്സോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സുന്നത്ത് ജമാഅത്തിനെയും നിലനിർത്തി വരും തലമുറകൾ കൈമാറാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹാത്മാക്കളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയൊക്കെ രോഗങ്ങൾ ശിഫാക്കി തരുമാറാകട്ടെ. നമുക്കൊക്കെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ സദുദ്ദേശവും സഫലമാക്കി തരുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ വലിയ ദുആകളും പ്രാർത്ഥനകളും ഇനി ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ ദുആയിൽ ഈ വിനോദനെ കൂടി ഉൾപ്പെടുത്തുന്ന സ്നേഹാദരവും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.